صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എനിക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളായ നിങ്ങളോടാണ്. എത്ര നല്ല ശരീരമാണ് അല്ലാഹു നമുക്ക് തന്നത്. പറ്റുമെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരം RCC ഒന്ന് ചെന്ന് നോക്കണം പ്രിയപ്പെട്ട പൊന്നുമോനെ. കഴിഞ്ഞ മാസം ഞാൻ വാതിന് പോയ കൊടുങ്ങല്ലൂര് അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ സംഘാടകര് പറഞ്ഞു, ഉസ്താദേ, ഒരു പാവപ്പെട്ട കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുന്നുണ്ടെന്ന് കണ്ടു വന്നാലോ? 13 വയസ്സുള്ള അഫ്സൽ എന്ന പൊന്നുമോനെ കാണാൻ പോയി. എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ, സുബഹി വരെ അള്ളാന്റെ പള്ളിക്കകത്ത് സുജൂദിൽ കിടന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മുസല്ല കണ്ണീര് കൊണ്ട് കഴുകിയെടുത്താലും അള്ളാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന് പകരമാവില്ല. അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തിന് പകരമാവില്ല. 13 വയസ്സുള്ള അഫ്സൽ എന്ന പൊന്നുമോന് നടക്കാൻ കഴിയൂല, എഴുന്നേക്കാൻ കഴിയൂല. ക്യാൻസറിന്റെ അണുക്കൾ നശിപ്പിച്ച ശരീരവുമായിട്ട് ആ പൊന്നുമോൻ കിടന്നങ്ങനെ ചിരിക്കുകയാണ്. ആ പൊന്നുമോന്റെ വാപ്പ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ യവൻ ആരോഗ്യമുള്ളപ്പോഴാണ് ഈ വീട്ടിൽ വന്നിരുന്നതെങ്കിൽ അവന് ചാടി എഴുന്നേറ്റ് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങളുടെ കവളത്ത് മുത്തം തരുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്റെ പൊന്നുമോന് നിങ്ങളെ. പക്ഷേ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നല്ലോ, എന്റെ പൊന്നുമോനെ കാണാൻ വന്നല്ലോ. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, മോനെ, നിനക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ? കൂട്ടുകാരോടൊത്ത് കളിക്കണ്ടേ? അവൻ പറയുന്നു, ഉസ്താദേ, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് മദ്രസയിൽ പോകണം, എനിക്ക് ആഫിലാകണം, പക്ഷേ കഴിയില്ലല്ലോ. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന 13 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ അടുത്തിരുന്ന് ഞാൻ അങ്ങോട്ട് ദ്വാരക്കുമ്പോ അവിടെ ആ റൂമിന്റെ അകത്തൊരു 10-20 ആളുകൾ പഠിച്ചുകൂടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല ശബ്ദത്തിൽ ആമീൻ പറഞ്ഞത് അഫ്സൽ എന്ന പൊന്നുമോനാ. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൻ നല്ല ശബ്ദത്തിൽ പറയുന്നു, ആമീൻ ആമീൻ ആമീൻ. നടക്കാനുള്ള കൊതിയാ, ജീവിക്കാനുള്ള കൊതിയാ, കൂട്ടുകാരോടൊത്ത് സ്കൂളിൽ പോകാനുള്ള ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ നമ്മളോ അല്ലാഹു തന്ന ആരോഗ്യത്തെ ബിവറേജിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ. ഒരു പെൺകുട്ടിയുടെ പുഞ്ചിരിക്ക് പകരം നിന്റെ അല്ലാഹു തന്ന ഇസ്സത്തിനെ പണയപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ. അല്ല പൊറുക്കൂല പൊന്നുമോരെ, പടച്ചോ പൊറുക്കൂല പൊന്നുമോരെ. അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് വലിയ സ്ഥാനമാണടാ. ഈ സമയത്ത് നീ ഒന്ന് നിസ്കരിച്ചാ, ഈ സമയത്ത് നീ ഇബാദത്ത് ചെയ്താ, ഈ സമയത്ത് നീ സ്വതക്ക ചെയ്താ, ഈ സമയത്ത് നീ പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞാൽ അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. ഈ ലോകത്താര് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം നിനക്ക് തരുന്നത് എവിടെയാണ്? അല്ലാഹു നോക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല. അതുകൊണ്ടാണ് കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബയിൽ കയറാൻ പറഞ്ഞത്. കരഞ്ഞിട്ട് പറഞ്ഞു, നബിയെ, ആദ്യത്തെ വാങ്കല്ലേ, ഇവിടെ സൗന്ദര്യമുള്ളവരുണ്ടല്ലോ, നല്ല ശബ്ദമുള്ളവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇർകഅ ബിലാൽ ആദിഹിൽ കഅബത്തിൽ ഉലിയാ. ബിലാലെ നീ കയറി ബാങ്ക് വിളിക്കുക. ആ ബിലാൽ ഈ വധയ്ക്ക് മാതൃകയാണ്. ശരീരത്തിന്റെ സൗന്ദര്യമല്ല, മനസ്സിന്റെ ഗ്ലാമറാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വൃത്തിയാക്കേണ്ടത്. ഇന്ന് ചെറുപ്പക്കാർ മുഴുവനും ശരീരത്തിന്റെ പവറിലാണ്. ടീഷർട്ടുകൾ ഏറ്റവും അധികം ചെലവാകുന്ന ഒരു കാലം. എന്തിനാണ് ടീഷർട്ട് ചെലവാകുന്നത്? മസിൽ കാണിക്കാൻ വേണ്ടി. എല്ലാ യുവാക്കൾക്കും അതാണ് ഇഷ്ടം. കാരണം എല്ലാവരും ജിമ്മിന് പോകുന്നവരാണ്. ജിമ്മിന് പോകണ്ടെന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ പറയും ഉസ്താദിന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാനും പോകുന്നില്ലെങ്കിൽ വീട്ടിൽ കലവും ചട്ടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. നിങ്ങൾ ജിമ്മിന് പോകണ്ടെന്നോ ആരോഗ്യം ഉണ്ടാക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മുഖ്യം, മനസ്സിന്റെ ആത്മാവിനൊരു സൗന്ദര്യം യുവാക്കൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു നമ്മുടെ നാടും നഗരവും ഒക്കെ വൃത്തിയാവും. മഹലിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ ഒരു ഫിത്ന ഉണ്ടാവില്ല. ആണും പെണ്ണും രണ്ടുപേരും. യുവാക്കളെ കുറിച്ചുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് യുവതികളായ നിങ്ങൾക്ക് മാറിയിരുന്ന കഥ പറയാനുള്ള ഒരവസരമല്ലത്. നിങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രായവും പ്രശ്നമാണ്, അല്ലേ?
മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട 5 മേഖലകളിലാണ്. ഒന്ന് ലഅബ്, കളി മാത്രമേ അറിയുള്ളൂ. ആ സമയത്ത് ലഅബ്, പിറന്നു വീഴുന്ന സമയം മുതൽ ഒരു 3-4 വയസ്സിനകത്ത് വരെ വരുന്ന പ്രായം വരുന്ന സമയം, ആ സമയത്ത് കളി മാത്രമേ ഉള്ളൂ. എന്ത് കിട്ടിയാലും കളി. ആ സമയത്താണ് നമ്മൾ കിളിക്ക് മാറ്റി കൊടുക്കുക. വാപ്പച്ചിയുടെ വാവ എവിടെ ചിക്കിടി കിക്കിടി കിക്കിടി കിടി എന്നൊക്കെ ആക്കുന്നത് അപ്പോഴാ. അതിന് കിക്കിടി കിടി എന്നാക്കാൻ നാട്ടിൽ വേണ്ടേ? എല്ലാരും ദുബായിലും മസ്കറ്റിലും ഖത്തറിലും കിക്കിടി കിടി. ഇനിയിപ്പോ എല്ലാം തീർന്ന് നാട്ടിൽ വന്ന് വെളുക്കണവരൊക്കെ കിക്കിടി കിടി ആക്കാം. ഇനിയിപ്പോ ഗൾഫിലൊന്നും നിൽക്കാൻ പറ്റൂല, സാമ്പത്തിക മാന്യമാണ്. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ അടുത്തിരുന്ന് അവരെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനുള്ള വളരെ ചെറിയ ഒരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായം ലഅബ്. 2 ലഹ്വ്, വിനോദമാണ്. യാത്രകൾ നടത്തുക, ഒരുമിച്ച് കൂടി ഫോട്ടോ എടുക്കുക. ആ പ്രായത്തിലേക്ക് ഒരു താല്പര്യം വരുന്ന ഒരു പ്രായം. എന്റെ മരണപ്പെട്ടു പോയ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ ആ പ്രായത്തിലാണ് മരിച്ചത്. വിനോദം, യാത്ര ചെയ്യാൻ ഇഷ്ടം, എവിടെയും യാത്ര പോകണം, എവിടെയും കറങ്ങാൻ പോകണം, എപ്പോഴും ഇങ്ങനെ പാട്ട് പാടണം, ഇങ്ങനെ കറങ്ങി ആസ്വദിച്ച് നടക്കുന്ന പ്രായം. അതാണ് ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം, ലഹ്വ്. ലഅബ്, ലഹ്വ്. 3ാമത്തത് സീനത്താണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിയുടെ പ്രായം. ഒരു 10 വയസ്സൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിക്ക് പിന്നെ കണ്ണാടി നോട്ടം ഇച്ചിരി കൂടും. പിന്നെ അതിന്റെ മുമ്പിലാണ് യുവാക്കളൊക്കെ രാവിലെ അല്ലേ, 10 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട മക്കളൊക്കെ കണ്ണാടിയിലേക്ക് നോക്കും, മുഖക്കുരു ഒന്ന് തുടങ്ങി, വന്നിട്ടുണ്ടോ, എന്തൊക്കെ ഗ്ലാമർ കുറവുണ്ടോ, നല്ല രസമുണ്ടാവും. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ശരീരം മുഴുവനും ഇങ്ങനെ പരിശോധിക്കും, നിലക്കണ്ണാടിയിലെ മുമ്പിൽ നിന്ന് ഗ്ലാമർ വന്നിട്ടുണ്ടോ, മുഖം നല്ല തൊടുത്തിട്ടുണ്ടോ, കണ്ണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടോ, മുടി കുറച്ചുകൂടി എവിടം വരെ എത്തി, ഇങ്ങനെ പിടിച്ചു പിടിച്ചിരുന്നു. ഇത് പെണ്ണിന് ആ സൗന്ദര്യത്തിനോടുള്ള ഒരു താല്പര്യത്തിന്റെ പ്രായം. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം, ആ സമയത്ത് അവർ നല്ലതുപോലെ മുടി ചെയ്യുന്നത് കാണാം, നല്ല വൃത്തിയാകണം, പൗഡർ ഇടണം, ക്രീം ഇടണം, അതൊക്കെ. ജെല്ലൊക്കെ പുരട്ടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം അല്ലെ. വളരെ യുവാക്കളൊക്കെ ഈ ജെല്ലൊക്കെ പുരട്ടി മുടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഒരു തേങ്ങ വേണമെങ്കിൽ തൊലിക്കാൻ ആ മുടി മാത്രം ഞങ്ങളെടുത്ത് മുകളിൽ വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ്, കമ്പി കണക്കാണ് മുടിയിരിക്കുക. മയ്യത്ത് കുളിപ്പിക്കാൻ വരെ പറ്റൂല പ്രിയപ്പെട്ടത്. ആ രീതിയിലാണ്. ക്യാൻസർ രോഗം വന്നാൽ ആദ്യം കൊഴിയുന്നത് അവന്റെ തലയുടെ മുടിയാണ്. ക്യാൻസറിന് ചികിത്സ തുടങ്ങിയാൽ അത് മറന്നു പോകേണ്ടത് ഓർമ്മയിരിക്കട്ടെ. ഒരുപാട് മരുന്ന് പുരട്ടുന്നവര് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോ സീനത്തിന്റെ പ്രായം, സൗന്ദര്യം വരുമോ വന്നോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രായം. ആ ഘട്ടം അങ്ങോട്ട് കടന്നു കിടക്കുമ്പോ 4ാമത്തെ ഘട്ടം വരുന്നു, തഫാഖുർ, അന്തസ്സിന്റെ ഒരു സമയം. അന്തസ്സിന്റെ സമയം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഗമ പറയുന്ന സമയം. യുവാക്കളൊക്കെ പറയും, എന്റെ ഡാഡി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഗൾഫിൽ അറബിയുടെ തൊട്ടടുത്ത് ഭയങ്കര ബിസിനസ്സാണ്, ഒന്നുണ്ടാവില്ല, ഒരു മാങ്ങാത്തിരി ഉണ്ടാവില്ല, സാധുവായിരിക്കും. സഹോദരിമാരൊക്കെ ഇങ്ങനെ കൂട്ടുകാരികളോട്, പെൺകുട്ടികളോട്, നാട്ടിലുള്ളവരോടൊക്കെ പറയും, എന്റെ രാത്രിക്ക് ഇപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്, ഭക്ഷണമൊന്നും കഴിപ്പൊന്നുമില്ല, രാത്രി ഒഴിച്ച് കുടിച്ചോളൂ, അടി കുളിച്ചോളൂ. വെറും നിസാരമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടി വാക്കുപയറ്റുകൊണ്ട് അന്തസ് പ്രകടമാക്കുന്ന ഒരു പ്രായം. അത് കഴിഞ്ഞാൽ 5ാമത്തെ ഘട്ടമെത്തും, തകാസുർ. തകാസുർ എന്ന് പറഞ്ഞാൽ ആർത്തി, പൈസ. ആ പ്രായമാണ്. ഒരു 30-40 കഴിയുമ്പോൾ ആ പ്രായത്തിലേക്ക് എത്തും. പിന്നെ മക്കൾക്ക് സ്ത്രീധനം കൂടുതൽ വേണം, മക്കൾ ഇറങ്ങാൻ പോകുമ്പോൾ പൈസ വാഴിക്കളയാൻ പാടില്ല, വാപ്പ പൈസ ശ്രദ്ധിക്കും. മഴ പെയ്ത് വീടിന്റെ മുമ്പ് കൂടെ ഒലിച്ചു പോകുന്ന മണ്ണ് പോലും വാപ്പ വെട്ടിവെക്കും, അതുപോലും അപ്പുറത്ത് വിട്ടുകൊടുക്കാൻ പ്രയാസമാണ്. അങ്ങനെ സമ്പത്ത് വേണം, പണമുണ്ടാക്കണം, ധനം വേണമെന്നുള്ള ഒരു ആർത്തി ഇങ്ങനെ മനസ്സിൽ വരും. ഇതാണ് 5 ഘട്ടങ്ങൾ. ഇതിനിടയിലാണ് സീനത്ത് എന്ന ഒരു ഘട്ടം വരിക, സൗന്ദര്യത്തിന്റെ ആർത്തി വരുന്ന സമയം. അതാണ് യുവത്വം. അതിന് നിങ്ങൾ ഏതൊക്കെ മരുന്ന് പുരട്ടിയാലും കിട്ടുന്ന സൗന്ദര്യത്തെക്കാൾ കൂടുതൽ സൗന്ദര്യം കിട്ടുന്ന ഒരു മരുന്ന് എല്ലാവർക്കും ഉപയോഗിക്കും. കരലൂലി പോലെയാണോ എന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ പറയണം. 2-3 യുവാക്കൾ കഴിഞ്ഞ മാസത്തെ വാത് കേട്ടിട്ട് തീർച്ചയായിട്ടും അവർക്ക് മാറ്റമുണ്ടായെന്ന് അവർ പറഞ്ഞു. ശരിയാണ് ഉസ്താദെ, ഉസ്താദ് പറഞ്ഞ ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് മുഖത്ത്. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഗ്ലാമർ കൂടിയിട്ടുണ്ട്, ഭംഗി കൂടിയിട്ടുണ്ട്. സൗന്ദര്യം കൂടുന്നതിനുള്ള ഒരു മരുന്ന് ആണിനും പെണ്ണിനും എന്ന് പറഞ്ഞു തരും. ഞാനല്ല പറയുന്നത്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹു സൗന്ദര്യം കൂടാൻ വേണ്ടി റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചു പറഞ്ഞത് കേവലം ഏതെങ്കിലും മുഖത്ത് പുരട്ടുന്ന ഒരു മരുന്നല്ല, അതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു,
ഹറാമായ നോട്ടം നമ്മൾ ഒഴിവാക്കിയാൽ നമ്മുടെ മുഖത്ത് അല്ലാഹു ഒരു പ്രത്യേകമായ ഭംഗി തരും എന്നാണ്. നിങ്ങൾ പറയും ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയി ഉസ്താദേ, ഞങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നാന്ന് കരുതിയിരുന്നതല്ല. യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുമല്ലോ. നമ്മൾ ഹറാമായ നോട്ടം, ഇപ്പൊ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മുഖം, നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു മാസം ഹറാമായ ഒന്നും കാണൂലെന്ന് തീരുമാനിക്കുക. അന്യ സ്ത്രീകളെ നോക്കുക, അന്യ പുരുഷന്മാരെ നോക്കുക, നോക്കൂലെന്ന് തീരുമാനിച്ചിട്ട് വളരെ റാഹത്തോടെ ഒരു മാസം കണ്ണാടി നോക്കാതെ ഈ രീതിയിൽ ജീവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി കണ്ണാടി എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലിയും സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന നിറത്തെക്കാൾ ഭംഗിയേക്കാൾ തനതായ മുഖത്തിന്റെ സൗന്ദര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മുഖത്ത് തരും. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ മുഖം പ്രകാശിച്ചത്. അതുകൊണ്ടാണ് ആരിഫുകളുടെ മുഖത്ത് പ്രഭയും പ്രകാശവും ഉണ്ടായത്. അതുകൊണ്ടാണ് അവരുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ നമുക്ക് പേടിയുണ്ടായത്. അല്ലാഹു തആല ഖൈറിലും ബറക്കത്തിലും ആക്കുമാറാകട്ടെ.